ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പണായി ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നതാ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അതാണ് നമ്മളുടെ എൻട്രി പോയിൻ്റ്. കുറച്ചും കൂടെ നീക്കി വെച്ചാൽ ഇച്ചിരിയും കൂടെ വിസിബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു 15 പോയിൻറ്റ്സ് 20 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്മൾ വയ്ക്കുന്ന ഒരു പോർഷൻ തന്നെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോള് കിട്ടുന്നുണ്ട്. ഇപ്പം ഒരു 3000+ ഒരു പ്രോഫിറ്റും കൂടെ കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ലോജിക്കാണ്. കുറച്ച് കൂടെ താഴത്തോട്ട് മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റും കൂടെ പ്ലേസ് ചെയ്തേക്കാം. വളരെ കാരണം ചിലപ്പോൾ ഒരു സഡൻ മൊമെൻറ്റം താഴത്തോട്ട് ഉണ്ടാവാൻ ചാൻസും ഉണ്ട്. 3000 ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെച്ചേക്കാം. ഇപ്പോൾ ഏതായാലും ഗ്രീനിലാണല്ലോ റൺ ചെയ്യുന്നത്. അപ്പോൾ 366 ആകുമ്പോഴത്തേക്കും 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 460 416 നമുക്ക് നമ്മുടെ ടാർഗറ്റ് വയ്ക്കാൻ വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടി. പക്ഷേ അവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഉണ്ടാവുന്നത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പായിട്ട് ഫോം ചെയ്ത് നല്ലൊരു റിജക്ഷൻ കഴിഞ്ഞ് ഇവിടെ എല്ലാവരും ബൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് താഴത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ട്രേഡ് ഒരു ഡൗൺവേർഡ് മൊമെൻറ്റം ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. സോ ടാർഗറ്റ് പ്ലേസ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും രണ്ടിലും തിരിച്ച് നമ്മളുടെ കോസ്റ്റിലേക്ക് തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഒരു 400,000 നല്ലൊരു മൊമെൻറ്റം മേളിലോട്ട് വരുന്നുണ്ട്. നമുക്ക് അധിക സമയം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നാൽ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, റിസ്ക് എടുക്കണ്ട. നമുക്ക് 366.50 അപ്പം 78 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 329-ഉം 330 320 അല്ല 330 ട്രിഗർ പ്രൈസും. ടാർഗറ്റ് വയ്ക്കാൻ വന്നപ്പോഴത്തേക്കും മൈനസിലോട്ട് വന്നു. സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ വന്നപ്പോഴത്തേക്കും വീണ്ടും 3000-ൻ്റെ ഏകദേശം പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് മാർക്കറ്റ്. സ്റ്റോപ്പ് ലോസ് 4000+. സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തില്ല. നമുക്ക് ഇവിടുന്ന് ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം 406. പിന്നെ ടാർഗറ്റ് കൊടുക്കാൻ വരുമ്പോഴത്തേക്കും വീണ്ടും അവിടുന്ന് റിജക്ഷൻ വരുന്നു. സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ വരുമ്പം പിന്നെ താഴത്തോട്ടൊരു മൊമെൻറ്റം. രണ്ടും കൊടുത്തിട്ടില്ല ഞാൻ, ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടില്ല. ഈ ഒരു ക്യാൻഡിൽ തന്നെ 2 പേരെ മാർക്കറ്റ് വിളിക്കുന്നുണ്ട്. ബയറേയും വിളിക്കുന്നുണ്ട്, സെല്ലറേയും വിളിക്കുന്നുണ്ട്. നോക്കാം ആരിലാണ് കൂടുതൽ പവർ. മാർക്കറ്റ് അവരുടെ കൂടി ആയിരിക്കും പോവുക. സോ ഇപ്പോൾ ഓവറോൾ സ്ട്രക്ചർ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ആവുന്നു. അവിടുന്ന് തന്നെ ഒരു വലിയ ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 സ്റ്റെപ്പ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ അവിടെ എല്ലാവരും ബൈ ചെയ്യാനാണ് ചാൻസസ്. സോ അവരുടെ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതായാലും ഇപ്പോൾ 4000-ൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും നമ്മളുടെ 5000 ഓക്കെ, ഞാൻ നമ്മുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 416 നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 400-ൻ്റെ 2 ചാർട്ട് നോക്കിയാൽ ഇപ്പോൾ 2 ചാർട്ട് ഓപ്പൺ ആക്കി വയ്ക്കുന്നുണ്ട്. ചാർട്ടിൽ ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ കാണിക്കുന്നുണ്ട്. ഫോൾ 402, ജസ്റ്റ് ഒരു 16 പോയിൻറ്റ്സോളം അടുത്ത് ഒരു 7000+ൻ്റെ പ്രോഫിറ്റാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടാർഗറ്റ് വെച്ചാൽ ഉടനെ മാർക്കറ്റ് അവിടെ നിന്ന് തിരിഞ്ഞ് റെഡിലേക്കാവും. സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ചെന്നാൽ അവിടെ നിന്ന് തിരിഞ്ഞ് പോസിറ്റീവിലോട്ട് വരും. സോ ഒരു സൈഡ് വൈസ് പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് കിട്ടിയാലും ഒരു സൈഡ് വൈസ് മാർക്കറ്റിൽ പെട്ടു പോവാതിരുന്നാൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു
397, 395 ഉണ്ട്. 16-20 പോയിൻറ്റ്സിൻ്റെ അടുത്ത് ഇനിയും മാർക്കറ്റ് മൂവ് ചെയ്യണം. വീണ്ടും 3000 ഇവിടെ ഒരു നല്ലൊരു റിജക്ഷൻ ഏരിയ ആണ്. എല്ലാ ക്യാൻഡിലും ഫോം ചെയ്യുമ്പോഴും CPR പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, R1, R2, R3. R3യിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്താണ് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ഡൗണും കൂടെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം പിന്നൊരു ഫാസ്റ്റ് മൊമെൻറ്റം താഴത്തോട്ട് കിട്ടാനും നമ്മളുടെ ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒരു കണ്ടോ, ഇവിടെ ബ്രേക്ക് ഡൗൺ കിട്ടണം. 50 to 104. ഇവിടെ ഈ ലൈനിലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ നമ്മളുടെ ടാർഗറ്റ് എത്രയും വേണം കണ്ടോ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഡബിൾ ടോപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, 5000, 6000, 6500, 406ൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് കണ്ടോ. അവിടെ നിന്ന് ഓക്കെ ക്യാൻഡിലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നിന്നൊരു റിജക്ഷൻ വന്നാൽ വളരെ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം മേലിലോട്ട് വരുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മേലിൽ സെല്ല് ചെയ്തിരിക്കുന്നവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് എടുക്കാനായിരിക്കും മാർക്കറ്റിൻ്റെ പ്ലാൻ. സോ 5000+ ഒരു പ്രോഫിറ്റ് കാണിച്ചിട്ട് ഇനി നമ്മൾ ലോസ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് നമ്മളുടെ കോസ്റ്റിലേക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ മാറ്റിയേക്കാം. ജസ്റ്റ് ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 500 പോയിൻറ്റ്സോ അല്ലെങ്കിൽ ഒരു 200, ജസ്റ്റ് ഒരു ഗ്രീനിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ട്രേസ് 7400ൻ്റെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. 947 എടുത്തു. 955 കുറച്ച് ടൈം എടുത്തു. എന്നാലും കുഴപ്പമില്ല, ഒരു 7000+ ഒരു പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിളാണ്. 940യുടെ ക്യാൻഡിൽ ഫോം ചെയ്ത് ഉടനെ മാർക്കറ്റ് അവിടെ നിന്ന് താഴത്തോട്ട് വരാൻ തുടങ്ങി. ഞാൻ സ്റ്റോപ്പ് ലോസ് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ട് തിരിഞ്ഞാലും അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് ആ റിജക്ഷൻ ക്യാൻഡിൽ കഴിഞ്ഞപ്പം ട്രേഡ് എടുത്ത് ഓവറോൾ ഒരു 7000ൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു.